ഹൈ സുഹൃത്തുക്കളെ ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ UGC നെറ്റ് പരീക്ഷയുടെ രണ്ടാമത്തെ ദിവസത്തെ രണ്ട് ഷിഫ്റ്റുകളും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ സെക്കൻഡ് ഡേയിൽ നടന്ന പരീക്ഷകളുടെ പേപ്പർ വണ്ണിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് ലെവലിലാണ് വന്നതെന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്ന് ഒരുപാട് പേര് എഴുതുന്ന പരീക്ഷകൾ ഉണ്ടായിരുന്നു. മലയാളം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ, സോഷ്യൽ വർക്ക്, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ലൈബ്രറി സയൻസ്, ഫിലോസഫി, ലോ മുതലായിട്ടുള്ള തുടങ്ങിയ പരീക്ഷകളൊക്കെ ഇന്നാണ് നടന്നത്. ജൂൺ 23-ാം തീയതിയാണ് നടന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ പേപ്പർ വൺ ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിൽ തന്നെയാണ് പേപ്പർ വണ്ണ് ഇന്നും ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുക. കേട്ടിടത്തോളം വിദ്യാർത്ഥികളുടെ ഫീഡ്ബാക്ക് കേട്ടിടത്തോളം ഇന്നലത്തേക്കാളും കുറച്ചും കൂടെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്ര ഈസി ആയിരുന്നില്ല. എങ്കിൽ പോലും അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് കൺസെപ്റ്റ് വെച്ചൊക്കെ എഴുതാൻ പറ്റുമായിരുന്നു എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ പേപ്പർ വണ്ണിൽ വീണ്ടും നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഇത്തവണത്തെ വീണ്ടും അതിൽ കയറി ഇന്നത്തെ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഫിലിം ഡയലോഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള മാത്സ് ഫോളോയിങ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ നമ്മൾ പറയുന്നത്. ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കുട്ടികൾ പറയുന്നുണ്ട്. കൂടാതെ വ്യത്യസ്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, വന്ദേ മാതരത്തിന്റെ ലൈൻസിന്റെ സീക്വൻസ് കറക്റ്റ് ആക്കി വയ്ക്കാനായിട്ടുള്ള ചോദ്യം ഇന്നത്തെ പേപ്പർ വണ്ണിന്റെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇന്ന് രണ്ട് ഷിഫ്റ്റുകളാണ്, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. കൂടാതെ ഈ പറഞ്ഞ JPEG-യുടെ ഫുൾ ഫോം നമ്മുടെ ICT-യുടെ ഭാഗത്തു നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അതൊക്കെയാണ് പറയുന്നത്. സിനിമയുടെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ചോദ്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ക്രോണോളജിക്കൽ ഓർഡർ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റേഷ്യോ ആൻഡ് പെർസെന്റേജ് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പിച്ചാർട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് നമ്മൾ യൂഷ്വലി വരുന്ന ചോദ്യം തന്നെയാണ് അതൊക്കെ. കോത്താരി കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു. DA ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ പെർസെന്റേജ് ബേസ്ഡ് ആയിട്ടുള്ള DA ആയിരുന്നു. അത് ഈസി ആയിരുന്നു എന്നുള്ളതാണ് കുട്ടികൾ നമ്മളോട് പറയുന്നത്. കൂടാതെ മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സിനെ ബേസ് ചെയ്തിട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ബ്ലൂംസ് ടാക്സോണമിയെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇനി പരീക്ഷ എഴുതുന്നവർ അതൊന്ന് ശ്രദ്ധിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട്, കാരണം അത് പഠിക്കുന്നു വേണ്ട, ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. SDGs-ൽ നിന്നുള്ള ചോദ്യങ്ങൾ, റിലയബിലിറ്റി, വാലിഡിറ്റി, ടോപ്പോളജി, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ സ്ഥിരം വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് ഇത്തവണ ഉണ്ടായിരുന്നു. റിസർച്ച് എത്തിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ്, റിസർച്ചിൽ നിന്ന് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് നമുക്ക് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മിഡ് ഡേ മീൽസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് വാലിഡിറ്റി, റിസർച്ച് ബേസ്ഡ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുള്ള ചില ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. എങ്കിലും നമ്മളിപ്പോ സിനിമയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാം ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം മാക്സിമം അത്രേ വരുള്ളൂ. ബാക്കിയുള്ള അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഈ എല്ലാ ചോദ്യങ്ങളും എഴുതി പൂർത്തിയാക്കണം, എല്ലാം കറക്റ്റ് ആക്കണമെന്ന് യാതൊരു വിധമായ നിർബന്ധമില്ല. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ നിന്ന് എന്താണെങ്കിലും ഭൂരിഭാഗം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതിൽ തന്നെ വരുള്ളൂ. എക്സ്ട്രാ ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞത്. അത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവുന്നു വേണ്ട. നിങ്ങൾ പഠിച്ചതിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനിയുള്ള ദിവസത്തെ പരീക്ഷകൾ വളരെ കൃത്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ടെൻഷനൊന്നും വേണ്ട. ഒരുപാട് ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ രീതിയിലല്ല ഇത്തവണത്തെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും വന്ന പേപ്പർ വണ്ണിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ രീതിയിലുള്ളതല്ല. പക്ഷെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതങ്ങനെ ആവുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ചോദ്യം വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ, നമുക്കറിയാം ഒരു വേരി കട്ട് ഓഫിന്റെ പരീക്ഷയാണല്ലേ. അപ്പൊ അത് തീർച്ചയായിട്ടും ക്വസ്റ്റിന്റെ ഡിഫിക്കൽറ്റി ലെവല് അല്ലെങ്കിൽ ഈസിനെസ് കുറഞ്ഞു വരുന്നതോറും കട്ട് ഓഫ് താഴെ വരും. അപ്പൊ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനിയുള്ള വളരെ ആത്മവിശ്വാസത്തോടുകൂടി പോയി പരീക്ഷ എഴുതുക. ഈ പറഞ്ഞ ചോദ്യങ്ങൾ, ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള പരീക്ഷകൾക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.